പ്രശാന്ത് സാറേ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, ഇന്റർനാഷണലി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇന്ത്യയിൽ എല്ലാവരും അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 347 മില്യൺ ജനസംഖ്യയുള്ള അമേരിക്കയെ കടത്തിവെട്ടാനായിട്ട് 450.4 ജനസംഖ്യയുള്ള യൂറോപ്പിനെ നമ്മൾ പിടിച്ചുകൊണ്ട് ഒരു വലിയ വ്യാപാര കരുത്ത് കാണിക്കുവാനായിട്ട്, അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും അമേരിക്ക അപ്രഖ്യാപിതമായിട്ട് നടന്നിരിക്കുന്ന ഈ യുദ്ധത്തിന് ഇന്ത്യ ചില സൂപ്പർ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ട്രംപ് മേക്ക് ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് അഗെയിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അമേരിക്കയാണ് നമ്പർ ഫസ്റ്റ് പുനർനിർമ്മിക്കുക. പുനർനിർമ്മിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോരായ്മയുണ്ട്. അമേരിക്ക കടത്തിലാണ്, ആഭ്യന്തര കടം രൂക്ഷമാണ്, വെളിയിൽ കാണുന്നത് പോലെയല്ല, അകത്ത് പുകയാണ്. അത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾ പ്രസിഡന്റായിട്ട് വരണം, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ ചിന്തിക്കുകയാണ്. വലിയൊരു ബിസിനസ്സുകാരനാണ്, ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ വരണമെന്നുള്ള രീതിയിൽ. അപ്പം അത് വിശ്വസിച്ചു. അമേരിക്കക്കാർക്ക് അറിയാമല്ലോ അവരുടെ അവസ്ഥ എന്താണെന്ന്, ലോകത്ത് മൊത്തം അറിയത്തില്ലെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അപ്പം അവിടുത്തെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു യുദ്ധമാണ് താരിഫ് യുദ്ധം. നമ്മൾ ആദ്യമേ പറയുമ്പോൾ അത് പറയണം. ഈ താരിഫ് യുദ്ധത്തിനകത്ത് ഇദ്ദേഹം രണ്ട് രീതിയിൽ രാജ്യങ്ങളെ ബുദ്ധിമുട്ടായിലാക്കുന്നതിന് വേണ്ടി, പുള്ളിയുടെ ഏണിങ്സിന് ഒപ്പം അദ്ദേഹത്തിന് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ താരിഫ് എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിന് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ചർച്ചയാവുന്നു. അപ്പം നമ്മൾക്ക് അമേരിക്ക നമ്മുടെ അടുത്ത് സൗഹൃദമുണ്ടെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ധരിക്കുമ്പോഴും, ഫ്രണ്ടാണെന്ന് വിളിക്കുമ്പോഴും ഒക്കെ അമേരിക്ക നമുക്കെതിരെ ഒരു തിട്ടൂരവുമായിട്ട് ഇറങ്ങി. അതൊരു പക്ഷേ സിന്ധൂരിന് ശേഷം അതിൻ്റെ ആക്കം കൂടി. അപ്പോൾ അതിന് കണ്ടെത്തിയ ഒരു കാരണം എന്താണ്? റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തണം. യുക്രൈൻ യുദ്ധത്തിനകത്ത് റഷ്യക്ക് സാമ്പത്തിക സഹായം കിട്ടുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ആദ്യത്തെ താരിഫിൻ്റെ കാര്യം താരിഫ് ഏർപ്പെടുത്തി നമ്മളത് മൈൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഈ താരിഫ് യുദ്ധം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളതിന് മൈൻഡ് ചെയ്യാതെ നമ്മളുടെ നിലപാടുകൾ, നമ്മളുടെ ഒരുപക്ഷെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ അതേ രീതിയിൽ, അത് നയതന്ത്ര ബന്ധം വളരെ വലുതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജയശങ്കറൊക്കെ പറയത്തില്ല, ഇന്ത്യയുടെ പുരോഗതിക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നയതന്ത്രം എടുക്കുന്നതിന് ഇന്ത്യക്ക് താല്പര്യമുണ്ട്. അത് ഇന്ത്യ അതേ നടപ്പാക്കത്തുള്ളൂ. അതിനാരും അതിനകത്ത് ഇടപെടേണ്ടതില്ല. അത് ഇടപെട്ടാൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുമില്ല. ഇത് ഇപ്പം നമ്മൾക്ക് പറയാൻ കഴിയുന്ന ഒരു കരുത്തുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതിന് പകരം നമ്മുടെ ഈ വിദേശകാര്യമന്ത്രി ഏത് പറയുന്നത് എന്ന് ഓർക്കണം. പ്രധാനമന്ത്രി പോലും അല്ല ട്രംപിൻ്റെ അടുത്തും അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യത്തിൻ്റെ അടുത്തും ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, താരിഫ് ഏർപ്പെടുത്തി 17% കയറ്റുമതി ഇറക്കുമതി ഉണ്ടായ രാജ്യമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ. താരിഫ് യുദ്ധം വന്നാൽ, അല്ലെങ്കിൽ 25%, 50%, ഏറ്റവും അവസാനം ഇറാൻ്റെ ഇവിടെ വന്നപ്പോൾ 75 അതിനിടയ്ക്ക് ഒരു ബില്ല് പാസ്സാക്കിയത് 500 വരെയായി. അപ്പം അത് വേണമെങ്കിൽ, അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ അവിടത്തേക്ക് നമ്മളെ ഇവിടെ ഈ ഇന്ത്യയിൽ അതൊരു വലിയ ചർച്ചയായി, ലോകം മൊത്തം ചർച്ചയായി. കാരണം ഏതാണ്ട് 17% കയറ്റുമതിയുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ കുറച്ച് കാണാൻ പറ്റത്തില്ല. ആ രാജ്യത്തോട് മത്സരിച്ചാൽ ഈ പറയുന്ന വികസിത രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കുഴപ്പം വരും. നമ്മളത് മൈൻഡ് ചെയ്തില്ല. നമ്മളതിന് ശേഷം അതിന് മറുമരുന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് പോയി. നമ്മളൊന്നിനും മിണ്ടാറില്ലല്ലോ, വർത്തമാനം പറയാറില്ല, പ്രവർത്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് പാകിസ്ഥാൻ പല സർജിക്കൽ സ്ട്രൈക്കുകളും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ വ്യാപാര യുദ്ധത്തിൽ അതിന് ശേഷം പോയി നമ്മൾ ആ താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം നമ്മളുടെ ഗ്രോത്ത് IMF പരിശോധിക്കുമ്പോൾ 7.5 വരുമെന്ന് പറഞ്ഞിട്ട് 8.5 വന്നില്ലേ. അപ്പോൾ അതിനെ നമ്മൾ മറികടന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ തിട്ടൂരത്തെ നമ്മൾ മറികടന്നു. GCC രാജ്യങ്ങളെ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രിട്ടനുമായിട്ടുള്ള കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പല കരാറുകളും, അല്ലെങ്കിൽ ഇവിടെ തടയുന്നത്, ഇവിടെ ചെന്നാൽ ഈ പറയുന്നത് പോലെ വിൽക്കാൻ പറ്റാത്ത താരിഫ് മുഖേന നമ്മൾക്ക് മന്ദീഭവിക്കുന്ന കയറ്റുമതിക്ക് വേറെ മാർഗം കണ്ടെത്തി നടത്തി. അപ്പം അതിൻ്റെ തുടർച്ചയെന്നോളം ഈ പറയുന്ന താരിഫ് യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ. വെൻസുല പിടിച്ചു ട്രംപിൻ്റെ അതിൻ്റെ എണ്ണ പുള്ളിയുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം ഈ ഗ്രീൻലാൻഡിലേക്ക് പോയി. ഗ്രീൻലാൻഡിലേക്ക് പോയപ്പോൾ നാറ്റോ, യൂറോപ്യൻ യൂണിയനുമായിട്ട് അമേരിക്ക ശരിക്കും ഉടക്കി. അല്ലെങ്കിൽ ആ ഉടക്ക് നമുക്ക് ആക്കം കൂട്ടി എന്ന് പറയാം. ആ ഉടക്കിൻ്റെ ആക്കത്തിൽ ഇപ്പം മദേഷ് കരാർ എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു പക്ഷേ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അവരിവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അവർ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ ആസ്വദിച്ചിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ട് എനിക്ക് രോമാഞ്ചം കൊണ്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇന്ത്യയാണോ ഇന്ത്യ നമ്മളെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്വീറ്റ്. അത് ലോകത്തിപ്പോൾ അതൊരു വലിയ വാർത്ത, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വാർത്ത വരുന്നു. അപ്പോൾ ഇന്ന് ആ 27 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, അറിയാം യൂറോപ്പിൻ്റെ ഒരു കാര്യം അറിയാലോ, അമേരിക്കയെക്കാട്ടി സമ്പന്നർ ഏറ്റവും കൂടുതലുള്ളത്.
അല്ലെങ്കിൽ 2004 തൊട്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കരാറിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നു ബില്യൺ കണക്കിന്, ഇപ്പം ഏതാണ്ട് 11% കയറ്റുമതി ഉള്ളതാണ് യൂറോപ്പിലേക്ക്. അത് ഏതാണ്ട് ഇനിയും വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സാധനം ഇവിടെയും നമ്മുടെ മേക്കിംഗ് ഇന്ത്യ സാധനം അവിടെയും വിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പം നേരത്തെ ഇതിനകത്ത് അവർ വലിയ നമ്മൾ അവരുടെ സാധനത്തിനൊക്കെ വലിയ താരിഫൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ കാര്യം 110 ഒരു 40% കുറയുന്നു. അപ്പം പരസ്പരം ധാരണയോടുകൂടി ഇന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക വ്യാപാര കരാറിന് വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ റൗണ്ട് ചർച്ച കഴിഞ്ഞു. അമേരിക്കയുടെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ തിട്ടൂരം, അവിടുത്തെ കൃഷി സാധനം, അതായത് ഈ ജനിതക മാറ്റം വരുത്തിയ കൃഷി സാധനം ഇവിടെ കൊണ്ട് വിൽക്കണം. അവൻ്റെ നോൺ വെജ് പാല് അതിവിടെ കൊണ്ട് വിൽക്കണം. ഇവിടുത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ അന്ന് മോദി പറഞ്ഞു നമ്മളുടെ വ്യാപാര കരാർ നമ്മൾ ഒപ്പിടാം. മോദിയല്ല പറയുന്നത് കേട്ടോ, മോദിയുടെ ആശയം പറയുന്നത് ഒരുപക്ഷെ ജയശങ്കർ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു ചില മന്ത്രാലയത്തിന്റെ. അപ്പം പറഞ്ഞത് നിങ്ങൾക്ക് ഈ കരാർ ഒപ്പിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. വ്യാപാര കരാർ അമേരിക്കയുമായിട്ട് ഒപ്പിടുന്നതിന് അവരുടെ താല്പര്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യം മാത്രം, ഇന്ത്യക്ക് താല്പര്യം, ഇന്ത്യക്ക് ഉതകുന്ന രീതിയിൽ പരസ്പരം അല്ലെങ്കിൽ ലാഭമുണ്ടാകുന്ന രീതിയിലുള്ള കരാറേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളുടെ പാൽ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പാല് കയറ്റുമതിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം, ഏതാണ്ട് 9 മുതൽ 11 കോടി ജനം വരെ അതിനെ ആശ്രയിക്കുന്ന ക്ഷീര കർഷകർ. അതുപോലെ തന്നെ ഇവിടുത്തെ കാർഷിക മേഖലയില്ലേ നമ്മുടെ ഏറ്റവും വലിയ മേഖല. ആ മേഖലയെ വളരെ കൃത്യമായി ഡെവലപ്പ് ചെയ്തിട്ട് അതിനകത്ത് പോരായ്മകളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതൊന്നും വെളിയിൽ ചർച്ചയാവുന്നുള്ളൂ. അവർക്ക് ഉതകാത്തത്. കാരണം ഇയാൾ പറയുന്നത് അയാളുടെ സാധനം ഇവിടെ വിൽക്കണം, രണ്ടാമത് നമ്മുടെ കർഷകൻ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ വിൽക്കാനും പറ്റത്തില്ല. ഈ തുട്ടൂരായിട്ടാണ്. അപ്പം അത് നടക്കുന്നില്ല. ഇപ്പോൾ 7ാമത്തെ റൗണ്ടിനകത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ കരാറിനകത്ത് യാതൊരു രീതിയിലും പ്രൊമോഷൻ കൊടുക്കുന്നില്ല. നമ്മുടെ താല്പര്യം സംരക്ഷിക്കുകയാണ്. ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അംബാസഡർ വിട്ടു, പുള്ളിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ, പുള്ളി ഇവിടെ വന്ന് വീണ്ടും ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് താല്പര്യം. അപ്പം ഇതിനകത്ത് ഈ നമ്മളെ ആക്രമിക്കാൻ വന്നു താരിഫിൻ്റെ പേരിൽ, അല്ലെങ്കിൽ റഷ്യ സഹായിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരത്തെ തടയാൻ പോയി, നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയാൻ പോയി, നമ്മുടെ നയതന്ത്ര ബന്ധത്തെ പുല്ലുവില കണ്ടു. പക്ഷെ നമ്മൾ ലോകം മൊത്തം ഇതിന് ശേഷം ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനുമായിട്ടും ബ്രിട്ടനുമായിട്ടും അല്ലെങ്കിൽ GCC രാജ്യങ്ങളുമായിട്ടും ഈ പറയുന്ന സൗത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെ കരാറുണ്ടാക്കി ഒരുപക്ഷെ ഇവിടുത്തെ പോരായ്മ പരിഹരിച്ചു കഴിഞ്ഞു. അതായത് ഇവിടത്തേക്ക് നമ്മൾക്ക് കയറ്റുമതിയിൽ ഉണ്ടാകുന്ന പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. നാളെ കാലത്തെ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യൻ കമ്പോളവും അല്ലെങ്കിൽ ഇന്ത്യൻ സാധനമൊക്കെ വേണം. അമേരിക്കയ്ക്ക് വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. അമേരിക്കക്കകത്ത് ഇതിനകത്ത് അവിടുത്തെ വ്യാപാരികൾ ഇപ്പോൾ കത്ത് കൊടുത്തേക്കും. ഇപ്പം നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു കാര്യമില്ല. താരിഫ് അവർ ഏർപ്പെടുത്തിയതൊക്കെ ചർച്ച ചെയ്യും. നമ്മൾ താരിഫ് ഏർപ്പെടുത്തി ആരും ചർച്ച ചെയ്തായിരുന്നു? ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല. നമ്മളിപ്പോൾ ഈ കാര്യം അമേരിക്കയെ ഇകഴ്ത്തി പറയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് കമൻ്റ് ആയിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ അമേരിക്കയിൽ അച്ഛന്മാരുള്ള പല ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം നമ്മൾ ഈ അവരുടെ ചുമന്ന പരിപ്പിന് ഒരു 30% താരിഫ് ഏർപ്പെടുത്തിയ വളരെ സൈലൻ്റ് ആയിട്ട്. കാരണം അത് ഇവിടെ വയ്ക്കും. അവിടുത്തെ വ്യാപാരികളെല്ലാം കൂടെ കത്ത് കൊടുത്തു. അതും പാർലമെന്റിനകത്ത് പാർലമെന്റ് അംഗങ്ങളുടെ കെയർ ഓഫിൽ. കാരണം ഇത് നടക്കത്തില്ല. സെനറ്റിനകത്ത് അവരുടെ ഇത് നടക്കത്തില്ല, ഞങ്ങൾക്ക് സാധനങ്ങൾ വിറ്റേക്കും. നിങ്ങളുടെ ഈ തിട്ടൂരവും വാശി പിടുത്തവും കൊണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ സാധനങ്ങൾ ഇതുപോലെ വിൽക്കാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പം ഇന്ത്യക്കകത്ത് ഇപ്പം ആൾക്കാർ വന്ന് കരാറപ്പെടുന്നത് നമ്മുടെ ഈ നരേന്ദ്രമോദിയുടെ ഗ്ലാമർ കൊണ്ടല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ താടിയുടെയും മീശയുടെയും അല്ലെങ്കിൽ ചിരിയുടെയും കെട്ടിപ്പിടുത്തം കൊണ്ടൊന്നും അല്ലല്ലോ. ഇന്ത്യയെ അതേ രീതിയിൽ പാകപ്പെടുത്തി പരുവപ്പെടുത്തിയെടുത്തു എല്ലാ രീതിയിലും. അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ റോഡ്, റെയില്, മറ്റ് ഗതാഗതവും, അല്ലെങ്കിൽ ഇവിടെ ആർക്കും കയറി ആക്രമിക്കാൻ പറ്റത്തില്ല, സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടമാണ്, കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഇടമാണ്, അതിനുള്ള ആളുകളുള്ള സ്ഥലമാണ്, അതിനുള്ള വാങ്ങൽ ശേഷിയുള്ള സ്ഥലമാണ്, എക്കണോമിക്കൽ ഗ്രോത്ത് സ്ഥിരമായിട്ടുള്ള ഒരു എക്കണോമി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് സ്ഥിരമാണ്. ഇതൊക്കെ IMF പറയുന്നത്, പണ്ട് നമ്മളെ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നത്. അപ്പം ഇത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വലിയൊരു തട്ടുകേടാണ്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ചങ്കെന്നൊക്കെ പറയത്തില്ലേ, യൂറോപ്യൻ യൂണിയൻ, നാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ ചങ്കാണ്. ഇതിനകത്ത് ഇപ്പം പ്രശ്നം പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഫ്രാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം കേട്ടായിരുന്നു. ഫ്രാൻസ് പറഞ്ഞത് എന്താ ചൈനക്കാരന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം. അതായത് ചൈന ഏറ്റവും വലിയ ശത്രുവായിട്ടിരിക്കുന്നിടത്ത്, യൂറോപ്പിൽ എത്തി നോക്കാൻ പറ്റാത്തിടത്ത് ഫ്രാൻസിനെ പോലെ ഉള്ള ഒരു വലിയ രാജ്യം, യൂറോപ്പിനകത്തുള്ള ഒരു രാജ്യം ചൈനയെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഒരു നല്ല കാര്യമായിരിക്കണമെന്ന് പറയുമ്പോൾ
അവർ തമ്മിലുള്ള ബന്ധത്തിനകത്തുള്ള വിള്ളൽ ഒരുപക്ഷെ ആ യൂറോപ്യൻ യൂണിയൻ, നാറ്റോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു. ആ വീഴ്ച വളരെ കൃത്യമായിട്ട് RIC അല്ലെങ്കിൽ ഈ പറയുന്ന ഈ റഷ്യ, ഇന്ത്യ, ചൈന ഒരുപക്ഷെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. അത് ദീർഘകാലമായിട്ട് പുച്ഛത്തോടെ കണ്ടിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന പാമ്പ് പിടുത്തക്കാരൻ്റെയും കൈനോട്ടക്കാരൻ്റെയും ആണെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ സായിപ്പന്മാരുടെ യൂറോപ്യൻസിൻ്റെ അടുത്ത് ഇന്ത്യയുമായിട്ടുള്ള കരാറ് ഞങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കരാറിൻ്റെ മാതാവ് എന്ന് ഒരു പക്ഷേ ഉർസുല പറഞ്ഞിരിക്കുന്നു. അത് വലിയ ചർച്ചയായിരിക്കുന്നു. അതിന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ശരിക്കും അമേരിക്കയെ നമ്മൾ ആക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കെതിരെ വന്ന ഒരു താരിഫ് യുദ്ധവുമായിട്ട് വന്ന തിരിച്ചടി വളരെ ഭീകരമായിരിക്കുന്നു. അത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചിരിക്കുന്നു. അതായത് യൂറോപ്പ് മുഖേന അമേരിക്കയെ നമ്മൾ തിരിച്ചാക്രമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇത് അതിശക്തമായ ഇന്ത്യയുടെ നിശബ്ദ യുദ്ധമാണ്. അതെ. ആ യുദ്ധത്തിൽ നമ്മൾ തന്നെ ജയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.